സോ ഹായ് ഓൾ, ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെലിവറി മനസ്സിലായി, ടേബിൾ ഓർഡറിങ്ങിൻ്റെ കാര്യം മനസ്സിലായി, ക്യാബിൻ ഓർഡറിങ്ങിന് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ നോർമൽ POS എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം എന്ന് വെച്ചാൽ നോർമൽ ഓർഡറിങ് ഇപ്പോൾ അഡ്മിൻ സൈഡിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ബില്ല് ചെയ്യണം, KOT പ്രിൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ന്യൂ ഓർഡർ എന്ന് പറഞ്ഞാൽ ഭാഗം എന്തുണ്ട്, അഡ്മിനിൽ ഓർഡേഴ്സിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ന്യൂ ഓർഡർ കൊടുത്ത് സെയിം ക്യാബിൻ ഓർഡറിങ്ങിൽ എന്താണോ ചെയ്യണം ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നൂഡിൽസ് രണ്ടെണ്ണം ഓർഡർ ചെയ്യണം. ഇത് നോർമൽ സെയിം അയാൾക്ക് തന്നെ ഇപ്പോൾ വെയിറ്ററിന് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് വർക്കൗട്ട് ആവണേ. നേരെ ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക, താഴെ കാണാം. ഇനിയിപ്പോൾ അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുക. ഇനി ഇവിടെ വ്യൂ ഓർഡർ കൊടുക്കുക. വ്യൂ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ ടൈപ്പ് ആണെന്നുണ്ട്. ക്യാബിൻ ഓർഡറിങ് എന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ക്യാബിൻ ഓർഡർ ഒരിക്കലും ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ളത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുള്ളി ഓർഡർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡൈനിങ് മാത്രമേ പുള്ളിക്കുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഡൈനിങ് ഉണ്ട്, ഡെലിവറി ഉണ്ട്. ഇപ്പോൾ ഡെലിവറി എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട, എനിക്ക് ടേബിൾ നമ്പർ ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൈനിങ് ആണെങ്കിൽ ടേബിൾ ഏതാണെന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യുക, ഇവിടെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കാം. ടേബിൾ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഡൈനിനാണ് എടുക്കണേ, അതിനകത്ത് ടേബിൾ 2 ആണ് എടുക്കണേ. ടേബിൾ 2 എടുത്ത് ഇപ്പോൾ ഫോൺ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, എക്സ്ട്രാ ചാർജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതൊക്കെ ഓൾറെഡി എല്ലാം ആഡ് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി, ഓർഡർ ക്രിയേറ്റ് ആയി. ഓക്കെ, ഓർഡർ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്ത ഒരു പോർഷനാണ് എന്തെന്ന്, KOT പ്രിൻറ്റിങ്, ബിൽ പ്രിൻറ്റിങ്. KOT എന്ന് പറഞ്ഞാൽ എന്താ, കിച്ചൺ ഓർഡറിങ് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ KOT പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താ ഇത് കണ്ട KOT പ്രിൻ്റ് ആകും വരും. ഇതിപ്പോൾ ഒരു A4 സൈസ് ഷീറ്റ് ആണ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ നോക്കണം, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫോമിൽ വരുന്നത്. ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ നോർമൽ ആസ് യൂഷ്വൽ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പ്രിൻ്റ് ആവും. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ നോർമൽ POS മെഷീൻ ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എന്താവും, ചെറുതായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു പേജ് മാത്രം കാണിക്കുന്ന രീതിയിൽ പ്രിൻ്റ് ആക്കാൻ പറ്റും. ആ ഒരു സ്റ്റൈലിലാണ് നമ്മളത് ചെയ്തേക്കണേ. ഓക്കെ, ഇപ്പം നമ്മളിവിടെ പ്രിൻ്റ് കൊടുത്ത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി മെഷീൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റ് കമാൻഡ് പോയിട്ടുണ്ട്. എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്ത്, ഇത് കണ്ടില്ലേ, പ്രിൻറ്റ് ചെയ്തു, സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സിമിലർലി നമ്മുടെ ചെറിയ മെഷീൻ ആകുമ്പോഴത്തേക്കും ആ രീതിയിൽ കേട്ടോ, ഇത് വലിയ മെഷീൻ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കണേ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരാം. ഇനിയിപ്പോൾ KOTൻ്റെ പ്രത്യേകത എന്താണ്, ആസ് യൂഷ്വൽ നമ്മൾ കണ്ട പോലെ എന്താണ് സാധനം, എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ, എൻ്റെ റേറ്റിംഗ് കാര്യമൊന്നും കാണിക്കില്ല. എന്നാൽ നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്തോ പ്രിൻറ്റ് ബില്ല് ഇടിക്കുക. പ്രിൻറ്റ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബില്ലുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, സെയിം പ്രിൻറ്റ് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ പ്രിൻറ്റിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ് എപ്പോഴാണ് അഡ്രസ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കും. ഇനി എന്ത് ചെയ്യുക, എത്ര ഐറ്റമാണ്, എന്തൊക്കെയാണ്, സബ് ടോട്ടൽ, എക്സ്ട്രാ ചാർജ് കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടാവും. ഇനി GST ഉൾപ്പെടെ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി എന്തുള്ളത്, എക്സ്ട്രാ ചാർജിൻ്റെയും ഇനി POSൻ്റെ ടോട്ടൽ വർക്കിംഗ് സംഭവിക്കണം.